ഓർമ്മിച്ചതിന് ഒരുപാട് ആളുകൾ ഈ അനുസ്മരിക്കാൻ അദ്ദേഹത്തെ എത്തുമ്പോൾ എല്ലാവരും ഒരുപോലെ പറയുന്നത് ശ്രീനിയേട്ടൻ എന്ന വ്യക്തിയെക്കുറിച്ച് അദ്ദേഹം വെള്ളിത്തിരയിൽ അവതരിപ്പിച്ച് അദ്ദേഹം തന്മയത്വത്തോടെ അവതരിപ്പിച്ച കഥാപാത്രങ്ങളെക്കുറിച്ച് കൂടിയാണ്. ശ്രീനിവാസൻ എന്ന നടൻ മലയാളിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു എന്നതുകൂടിയാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ വളരെ നേരത്തെയുള്ള വിയോഗം എന്ന് പറയുമ്പോൾ ഇനിയും ഒരുപാട് സംഭാവനകൾ ഒരുപക്ഷെ മലയാള സിനിമ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ ഓടിയെത്തും. ശ്രീനിവാസൻ എന്ന നടനെക്കുറിച്ച് പറയുമ്പോൾ ഓർമ്മകളുടെ ഒരു തിരയിളക്കം തന്നെ ഉണ്ടാകും. നമ്മുടെ ബാല്യത്തിലൊക്കെ നമ്മൾ ഒരുപാട് കേട്ടാസ്വദിച്ച് ചിരിച്ച സിനിമകൾ, പിന്നീട് ഒരുപാട് ചിന്തിപ്പിച്ച ഡയലോഗുകൾ, ഇതൊക്കെ ശ്രീനിവാസൻ എന്ന നടന്റെ തിരക്കഥാകൃത്തിന്റെ സംവിധായകന്റെ സംഭാവനയായിരുന്നു. എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു മലയാളിക്ക് ശ്രീനിവാസൻ എന്ന് കൂടിയാണ് നമ്മൾ ഈ നിമിഷം തിരിച്ചറിയുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ സംസ്കാരമടക്കമുള്ള കാര്യങ്ങളിൽ അല്പസമയത്തിനകം ആ തീരുമാനമുണ്ടാകും എന്നുകൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മന്ത്രി സജി ചെറിയാനൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. നമുക്കറിയാം അദ്ദേഹം ഈ സിനിമയുമായി ബന്ധപ്പെടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് ഈ സിനിമാ പ്രവർത്തകർ പൊതുവെ രാഷ്ട്രീയ കാര്യങ്ങളിൽ അഭിപ്രായം പറയാറില്ല, സാമൂഹിക വിഷയങ്ങളിൽ അഭിപ്രായം പറയാറില്ല, വിവാദമുണ്ടാക്കാൻ പൊതുവെ പോകാത്ത ഒരു കൂട്ടരാണ് സിനിമാ പ്രവർത്തകർ എന്നുള്ള ധാരണ തന്നെ മാറ്റിമറിച്ച ഒരു വ്യക്തി കൂടിയാണ് ശ്രീനിവാസൻ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. സമൂഹത്തിലെ പ്രശ്നങ്ങളോടും രാഷ്ട്രീയത്തോടും ഒക്കെ പുറംതിരിഞ്ഞ് നിൽക്കണമെന്നൊരു ആപ്തവാക്യം ശീലമാക്കിയ ഒരുപാട് സിനിമാ പ്രവർത്തകരെ കണ്ടു പരിചയിച്ച മലയാള സിനിമയ്ക്ക് ശ്രീനിവാസന്റെ ഈ തുറന്നടിച്ചുള്ള സംസാരങ്ങൾ അത് മറ്റുള്ള ആളുകൾക്ക് മുറിവേൽക്കുമോ എന്നൊന്നുമല്ല. അദ്ദേഹം ഒരു തനി തലശ്ശേരിക്കാരനായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളെ അത് വെട്ടിത്തുറന്ന് പറയുന്നത് കൂടി നമ്മൾ കണ്ടതാണ്. വളരെ പച്ചയായ ഒരു മനുഷ്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് സിനിമയ്ക്കകത്തും പുറത്തുമൊക്കെയുള്ള അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുന്ന സിനിമാ ലോകത്തിലെ വ്യത്യസ്തനായ ഒരാൾ കൂടിയായിരുന്നു ശ്രീനിവാസൻ എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. യെസ്, നമ്മൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ധന്യ വിശ്വം കൂടി ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ധന്യ, ശ്രീനിവാസൻ എന്നുള്ള ഒരു നടനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഓർമ്മകളുടെ ഒരു തിരയിളക്കമാണ്. നമ്മളൊക്കെ ഒരുപാട് കണ്ട് ചിരിച്ച, പിന്നീട് ഒരുപക്ഷെ വലുതായി വരുമ്പോഴാണ് ഇതിനൊക്കെ ഇത്രത്തോളം അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ എല്ലാ കാലത്തും ഓർമ്മിക്കുന്ന, ജീവിതത്തിലെ ഏതൊരു ഘട്ടത്തിലും നിലനിൽക്കുന്നതായ ഹാസ്യങ്ങളാണ് അദ്ദേഹം വളരെ നിസ്സാരമായി അവതരിപ്പിച്ചത് എന്ന് മനസ്സിലാക്കാം. നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ സന്ദേശത്തിന്റെ ട്രോളുകളൊക്കെ അത് കാലാതിവർത്തിയായി നിൽക്കുന്ന ഒരു ചിത്രത്തിലൊക്കെ നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു കയ്യൊപ്പ് കൂടി കണ്ടതാണ്. അതുകൊണ്ട് ശ്രീനിവാസൻ നമുക്കൊരു നടൻ മാത്രമായിരുന്നില്ല. യെസ്, ജിൽസി പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ആ നിൽപ്പ് മലയാള സിനിമയിൽ അദ്ദേഹം ഏതാണ്ട് ഒരു 40-50 വർഷം നിന്നിട്ടുണ്ടെങ്കിൽ ആ നിൽപ്പ് ഈ പറഞ്ഞതുപോലെ പല രീതിയിലായിരുന്നു. അതായത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് നടനായി നിൽക്കാൻ അദ്ദേഹം പേനയെടുത്തു എന്ന് പറയണം. കാരണം അദ്ദേഹത്തിന്റെ രൂപം അത് അദ്ദേഹം തന്നെ പറയുന്നതായിരുന്നു. സിനിമാ മേഖലയ്ക്ക് ചേർന്നതാണോ, മലയാളികളുടെ സങ്കല്പത്തിന് ചേർന്നതാണോ എന്നൊക്കെയുള്ള തരത്തിൽ അദ്ദേഹത്തിന് തന്നെ വലിയ സംശയങ്ങൾ ഉണ്ടായ ഒരു ഘട്ടത്തിലാണെന്ന് തോന്നുന്നു അദ്ദേഹം പേനയെടുത്തത്. ആ പേനയെടുക്കലാണ് മലയാള സിനിമയ്ക്ക് വലിയ മാറ്റം. ഈ പറഞ്ഞ സാമൂഹികമായിട്ടുള്ള വിഷയങ്ങൾ, സാധാരണ മനുഷ്യരെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ആ പേനയിൽ നിന്നാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഒരു പക്ഷേ മലയാളിക്ക് ശ്രീനിവാസൻ എന്നുള്ളത് കുറച്ചുകൂടി അടുത്ത് നിർത്തേണ്ട ആളാണ്. ഇല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് ശ്രീനിവാസൻ ഒരു തരത്തിലും ഒഴിവാക്കാൻ സാധിക്കാത്ത, ഇല്ലെങ്കിൽ ഒരു കാരണം കൊണ്ടും അദ്ദേഹത്തിന്റെ അഭിനയം കൊണ്ടോ അദ്ദേഹത്തിന്റെ രൂപം കൊണ്ടോ അദ്ദേഹത്തിന്റെ ഭാഷാ ശൈലി കൊണ്ടോ ഒന്നും ഒഴിവാക്കാൻ പറ്റാത്ത അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് മലയാള സിനിമ പോലും തിരിച്ചറിഞ്ഞത് അതിൽ നിന്നാണ്. അത് പ്രിയദർശൻ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യമായിട്ട് ഒരു സിനിമയുമായി, അത് വെള്ളാനകളുടെ നാടാണ്, അപ്പം ആ സിനിമയുടെ തിരക്കഥയുമായി എത്തുമ്പോൾ ഒറ്റ വായനയിൽ അതെങ്ങനെ സിനിമയാക്കും, ഇതെങ്ങനെ ഫലിപ്പിക്കും, മലയാളികൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണ്. ഒരു സിനിമ ഇറങ്ങിയാൽ അതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാവുന്ന കാലമാണ് അന്നും. അപ്പോൾ ഇതെങ്ങനെ മനസ്സിലാക്കും മലയാളിക്ക് എന്ന് ചോദിക്കുമ്പോൾ ശ്രീനിവാസൻ അതിന് കൃത്യമായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള മലയാള സിനിമയിൽ എങ്ങനെ നിൽക്കണം, ഏത് കാലത്ത് എന്തൊക്കെ ചെയ്യണം, എന്ത് എഴുതണം, എങ്ങനെ അഭിനയിക്കണം, എങ്ങനെ പ്രേക്ഷകരെ പിടിക്കണം, എങ്ങനെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറണം എന്നൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ഉണ്ടായിരുന്ന ഒരു നടൻ കൂടിയാണ്. നടൻ എന്ന് മാത്രം അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭ കൂടിയാണ്. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ പറയുന്നതുപോലെ തന്റെ കഥാപാത്രങ്ങൾ അത് ഏത് രീതിയിലായിരിക്കണം എന്നുള്ളത് ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം സിനിമയിലേക്ക് വന്ന സമയങ്ങളിലെല്ലാം അദ്ദേഹം ചെയ്തിരുന്ന കഥാപാത്രങ്ങൾ നോക്കിയാൽ നമുക്കറിയാം. പിന്നീട് അദ്ദേഹം നടത്തിയ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് നമുക്കറിയാം. പിന്നീട് അദ്ദേഹം കൈകാര്യം ചെയ്ത വിഷയങ്ങൾ സിനിമയിലൂടെ എന്തൊക്കെയായിരുന്നു എന്നറിയാം. അങ്ങനെ പല രീതിയിൽ മലയാളിക്ക് ഉള്ളിലേക്ക് കയറാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. സൂപ്പർ സ്റ്റാർ
സ്റ്റാറുകൾ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ ആഘോഷിക്കുന്ന ഇപ്പോഴും ആഘോഷിക്കുന്ന നടന്മാരും നടിമാരും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ശ്രീനിവാസൻ ആഘോഷിക്കപ്പെട്ടത് ഇങ്ങനെ കൂടിയാണ്. അദ്ദേഹത്തിന്റെ അഭിനയിക്കാനുള്ള കഴിവ് എന്നതിന്റെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നത് അത് പൊളിറ്റിക്സ് ആണ്, അത് സറ്റയറാണ്. അദ്ദേഹത്തിന് ഏതൊക്കെ വിഷയങ്ങൾ സാമൂഹികമായി ഇടപെട്ടുകൊണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം, കൂടുതൽ കണക്ട് ചെയ്യാൻ, ആ വേർഡായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. എങ്ങനെ കണക്ട് ചെയ്യാം പ്രേക്ഷകരുമായിട്ട് എന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, അദ്ദേഹം എന്താ പറയാ, എല്ലാ കാലത്തിനും വേണ്ടിയുള്ള ഒരാളായിരുന്നു ശ്രീനിവാസൻ എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ചില സ്റ്റാർസിനെ എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പഴയ സിനിമയായിരുന്നു നല്ലത്, ചില സംവിധായകരെ എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പഴയ സംവിധാനങ്ങളായിരുന്നു നല്ലത് എന്ന രീതിയിൽ നമ്മൾ വിലയിരുത്താറുണ്ട്. പക്ഷേ ശ്രീനിവാസനെ സംബന്ധിച്ച് അദ്ദേഹം എല്ലാ കാലത്തിനും വേണ്ടിയുള്ള ആളായിരുന്നു. അദ്ദേഹം എല്ലാ കാലത്തും ചെയ്ത സിനിമകൾ അങ്ങനെയായിരുന്നു. അദ്ദേഹം എല്ലാ കാലത്തും മലയാളിയെ ചിരിപ്പിച്ചത് അതുപോലെയായിരുന്നു. കാരണം ഇപ്പൊ നമുക്ക് യോജിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള പല തമാശകളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും, പക്ഷെ അതിനെയൊക്കെ ആ കാലത്തിനനുസരിച്ച്, ആ സമയത്തിനനുസരിച്ച്, കാലഘട്ടത്തിന്റെ രീതിയിൽ ഉൾക്കൊള്ളാൻ മലയാളി പ്രേക്ഷകർക്ക് സാധിച്ചു. ഇല്ലെങ്കിൽ അവർക്കത് മനസ്സിലാകുന്ന രീതിയിൽ അത് ഡെലിവർ ചെയ്യാൻ ശ്രീനിവാസന് സാധിച്ചു എന്നുള്ളിടത്തു കൂടിയാണ് അദ്ദേഹം ആ രീതിയിൽ നമുക്ക് ഇപ്പോഴും മനസ്സിൽ, ഇല്ലെങ്കിൽ അദ്ദേഹം ഓർമ്മയായി എന്ന് പറയുമ്പോൾ ആ ഒരു വിങ്ങൽ മലയാള സിനിമയ്ക്ക് അത് എത്രത്തോളം വലിയ നഷ്ടമാണ് എന്ന തോന്നൽ ഉണ്ടാക്കുന്നത്.